40 വർഷത്തെ സേവന പാരമ്പര്യത്തോടെ സ്മാർട്ട് റെഡിവെയർസ് സപ്ലൈ എക്യുപ്മെന്റ് വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ മാച്ചിംഗ് ബ്ലൗസ് പീസുകൾ ചുരിദാർ റണ്ണിംഗ് മെറ്റീരിയൽസ് മാക്സി തുണികൾ കോൺടാക്ട് 9048 337 357 8281 256 717. ചേലൂർ ദേവിച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്ത കരാറുണ്ടാക്കുന്ന നടപടിയിൽ വരവൂർ പഞ്ചായത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി 4ാം വാർഡ് മെമ്പർ എം വീരചന്ദ്രൻ. ചേലൂർ ദേവിച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്ത് കരാറുണ്ടാക്കുന്ന നടപടിയിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതിനാൽ പഞ്ചായത്തിന് 55 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി 4ാം വാർഡ് മെമ്പർ എം വീരചന്ദ്രൻ. പഞ്ചായത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വീരചന്ദ്രൻ തൃശൂർ ജില്ലാ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. 2022-23 വർഷത്തെ പദ്ധതിയിലാണ് 4 ഏക്കറിലധികം വിസ്തൃതിയുള്ള ചേറൂർ ദേവിച്ചിറ ആഴം കൂട്ടി നവീകരിച്ചത്. ഇതിന്റെ ഭാഗമായി നീക്കം ചെയ്ത കളിമണ്ണും ചുവന്ന മണ്ണും 2 കരാറുകാർക്കായി 55 ലക്ഷം രൂപയ്ക്ക് മുകളിലായി ലേലം ചെയ്തിരുന്നു. എന്നാൽ ചുവന്ന മണ്ണ് കൊണ്ടുപോയെങ്കിലും കളിമണ്ണ് ലേലത്തിനെടുത്ത കരാറുകാരൻ കളിമണ്ണ് കൊണ്ടുപോകുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിനാൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിലേക്ക് ലഭിക്കേണ്ട 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കരാറുകാരുമായി നിയമപ്രകാരം കരാറുണ്ടാക്കുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചയാണ് പഞ്ചായത്ത് ലഭിക്കേണ്ട ഭീമമായ തുക നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നും ഈ കരാറുകാരൻ 50,000 രൂപ അഡ്വാൻസായി അടച്ചിട്ടുണ്ടെന്നും എന്നാൽ കൃത്യമായ കരാറില്ലാത്തതിനാൽ ഇയാളിൽ നിന്ന് പിഴ ഈടാക്കുവാനോ ഇയാളെ കരാറിൽ നിന്ന് ഒഴിവാക്കാനോ കഴിയാത്ത സാഹചര്യമാണെന്നും കളിമണ്ണ് ഇപ്പോൾ കട്ടപിടിച്ച് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണെന്നും ചുവന്ന മണ്ണ് കൊണ്ടുപോയ കരാറുകാരൻ അടച്ച തുക എത്രയെന്ന് കണക്കിലില്ലെന്നും എം വീരചന്ദ്രൻ ആരോപിച്ചു. വരവൂർ പഞ്ചായത്തിലെ ദേവിച്ചിറ ചേലൂച്ചിറ എന്ന ദേവിച്ചിറ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൽ നടന്ന മണ്ണിലേലവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു കൊള്ള പഞ്ചായത്തിന് ലഭിക്കേണ്ട മണലേലവുമായി ലഭിക്കേണ്ട 55 ലക്ഷം രൂപ പഞ്ചായത്ത് അധികൃതരെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി ഇവരുടെ അനാസ്ഥ കൊണ്ട് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സാധാരണക്കാരുടെ നീതി പിടിച്ചെടുക്കാൻ കാണിക്കുന്ന ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വരവൂർ പഞ്ചായത്തിന് ഈ 55 ലക്ഷം രൂപയോളം 1/2 കോടി രൂപയോളം കൂടുതൽ നഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇത് ദേവിച്ചിറക്കുളത്തിൽ ഉള്ള മണ്ണ് ലേലം ചെയ്തു. ആ ലേലം ചെയ്ത മണ്ണ് കരാറുകാരൻ കൊണ്ടുപോയില്ല. കളിമണ്ണ് എന്ന രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള മണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 3 വർഷമായി 2022 മുതൽ 2025 വർഷം വരയ്ക്ക് 3 വർഷക്കാലമായിട്ട് അവിടെ ആ മണ്ണ് കാട് പിടിച്ച് കിടക്കുക. ആ മണ്ണിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ആ മണ്ണ് ഈ കരാറുകാരനുമായി പഞ്ചായത്ത് എഗ്രിമെൻ്റ് നൽകിയില്ല. ഈ കരാറുകാരൻ ഇവിടെ അത് ലേലം ചെയ്തതിനു ശേഷം വെറും 50,000 രൂപ മാത്രമാണ് പഞ്ചായത്തിന് അടച്ചിട്ടുള്ളത്. മണ്ണ് ലേലത്തിന്റെ തുടർ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ അനധികൃതമായി നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ നിന്ന് നികുതി ഈടാക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. തനത് ഫണ്ടിലേക്ക് വരേണ്ട ഭീമമായ തുക നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. You are watching VCV News.